നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് ഒറ്റപ്പാലം നഗരസഭയിലെ 27-ാം വാർഡ് കൌൺസിലർ മണികണ്ഠൻ. വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും അംഗൻവാടി നവീകരിക്കാനും 4.5 വർഷക്കാലയളവിൽ സാധിച്ചതായി 27-ാം വാർഡ് കൌൺസിലർ മണികണ്ഠൻ പറഞ്ഞു. ആദ്യമായിട്ട് കണ്ണിമ്പ്രം തെരുവിലേക്ക് കയറുന്ന പ്രദേശത്ത്, അതേപോലെ തന്നെ ഭാരതപ്പുഴ റോഡിലും വിനായക നഗർ പ്രദേശങ്ങളിലൊക്കെ പഴയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം എടുത്തു മാറ്റി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ, കുടിവെള്ള കണക്ഷൻ വന്നിട്ട് 11 പേർക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി 92 പേർക്കും കൂടെ കൊടുക്കാനുണ്ട്. അതിപ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ അതും കൂടെ ചെയ്ത് തീർക്കും. നമ്മുടെ ഈ ഭരണസമിതിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ആ പരിപാടി, ആ കുടിവെള്ള കണക്ഷൻ്റെ കാര്യം കൊണ്ട് ചെയ്ത് തീർക്കും. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ അംഗനവാടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കുട്ടികൾക്ക് അംഗനവാടിയിലേക്ക് കയറാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പാമ്പുകളുടെ ശല്യം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ അംഗനവാടി നല്ല രീതിയിൽ നല്ലൊരു നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അംഗനവാടിയാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. 20 പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞതായും വിവിധ ഭാഗങ്ങളിൽ റോഡ് നവീകരിക്കാനും കഴിഞ്ഞു എന്ന് കൗൺസിലർ പറഞ്ഞു. നമ്മളുടെ സ്ട്രീറ്റ് ലൈറ്റ് ഈ വാർഡിലേക്ക് 20 സ്ട്രീറ്റ് ലൈറ്റ് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ലൈറ്റുകളെല്ലാം ഓരോ ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈന് വലിക്കാൻ 3 ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈനൊക്കെ വലിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 പ്രദേശത്തും കൂടെ സ്ട്രീറ്റ് ലൈൻ വലിക്കാനുണ്ട്. അത് ഈ 2 മാസത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കും. അതുപോലെ തന്നെ റോഡുകളായാലും മുഴുവൻ വീടുകളിലേക്കും വാഹനങ്ങൾ വരാൻ പാകത്തിനുള്ള എല്ലാ ഭാഗത്തെയും റോഡിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് പെൻഷൻ നൽകാനും വ്യക്തിഗത ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് നൽകാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു. അതുപോലെ തന്നെ പെൻഷനും അപേക്ഷകർക്കെല്ലാം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷകർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും തന്നെ പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട് റിപ്പയർ ആയാലും അതുപോലെ തന്നെ വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളെല്ലാം തന്നെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് വീട് റിപ്പയറിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴ റോഡ് നവീകരണം 4 മാസത്തിനകം നടത്താൻ കഴിയുമെന്നും കൗൺസിലർ മണികണ്ഠൻ പറഞ്ഞു. ഈ വർഷത്തെ പദ്ധതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭാരതപ്പുഴ റോഡ് റീടയറിങ് ചെയ്യാനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. ഭാരതപ്പുഴ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അതിന് കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ 4 മാസത്തിനുള്ളിൽ തന്നെ ആ വർക്കുകളും കൂടെ ചെയ്തു തീർക്കും.